മഹാലക്ഷ്മിയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മിയും കണ്ണനും മാർക്കോ ആരാണെന്നും എന്താണെന്നും എല്ലാം മനസ്സിലാക്കി തന്നെ മാർക്കോനെ കാണാനും അതേപോലെ ജയിലിലേക്കൊക്കെ പോകുന്നുണ്ട്. അവിടെ നിന്ന് മാർക്കോനെ കണ്ണനും അനന്തവും കൂടെ രക്ഷപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ മാർക്കോൻ്റെ ഫ്രണ്ട് മാർക്കോനോട് പറയുന്നുണ്ട്, എന്തായാലും നിന്നെ കുറച്ച് ദിവസവും ജയിലിനുള്ളിൽ ഇട്ടതല്ലേ, അവനെ ഇതാരാണ് ചെയ്തതെന്ന് വെച്ചാൽ നീ അവനെ വെറുതെ വിടരുതെന്നും അവനിക്ക് തക്കതായ ശിക്ഷ കൊടുക്കണമെന്നും മാർക്കോനോട് പറയുന്നുണ്ട്. അപ്പോൾ മാർക്കോ പറയുന്നുണ്ട്, അവൻ എന്നെ കാണാനായിട്ട് ജയിലിൽ വന്നിരുന്നു, എന്നിട്ട് അവൻ എന്നെ ഒരുപാട് വെല്ലുവിളിക്കുകയും ചെയ്തു. ഞാൻ ഇനി ഒരിക്കലും പുറം ലോകം കാണില്ല എന്നാണ് അവൻ പറഞ്ഞത്. എന്തായാലും അവന് ഇതിനുള്ള 2 ഡോസ് ഞാൻ കൊടുത്തു തന്നെ ഇരിക്കുമെന്ന് മാർക്കോ ഉറപ്പിച്ച് പറയുന്നുണ്ട്. നന്ദി പറഞ്ഞാൽ തീരാത്ത 2 പേരാണ് കണ്ണൻ സാറും മാഡവും. ഇത്രയും വലിയൊരു കേസിൽ നിന്നാണ്, പ്രത്യേകിച്ച് ഒരു പെണ്ണ് കേസിൽ നിന്നാണ് അവരെന്നെ രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്നത്. അവർക്ക് എന്നോട് എത്ര സ്നേഹമുണ്ടായിട്ട് വേണം എന്നെല്ലാം മാർക്കോ ഫ്രണ്ടിനോട് പറയുന്നുണ്ട്. എന്തായാലും ഇനി ഞാൻ അവരുടെ കൂടെ എന്നും ഉണ്ടാവും, അവർ ആവശ്യപ്പെടുമ്പോഴെല്ലാം അവർക്കൊപ്പം ഞാൻ നിൽക്കും എന്നെല്ലാം മാർക്കോ ഫ്രണ്ടിനോട് പറയുന്നുണ്ട്. അതേസമയം തന്നെ മാർക്കോനെ കണ്ണൻ വിളിക്കുന്നുണ്ട്, നമുക്കൊരു സ്ഥലം വരെ പോകണം, എൻ്റെ കൂടെ വരുന്നതുകൊണ്ട് വിരോധമൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട്, സാറ് വിളിച്ചാൽ ഞാൻ വരാതിരിക്കോ, എവിടേക്ക് വേണമെങ്കിലും ഞാൻ വരുമെന്ന് പറയുന്നു. അങ്ങനെ കണ്ണനും മാർക്കോയും കൂടി പോകുന്നത് വേറെ എവിടേക്കുമല്ല, മേഘനാഥൻ്റെ വീട്ടിലേക്കാണ് എത്തുന്നത്. അതേസമയം വാമദേവൻ കണ്ണനെയും മാർക്കോനെയും അകത്തേക്ക് കൊണ്ടുവന്ന് ഇരുത്തുന്നുണ്ട്. അതേസമയം കണ്ണൻ പറയുന്നുണ്ട്, ആ മേഘനാഥൻ ഇങ്ങോട്ട് വിളിക്കാൻ പറയുന്നു. അങ്ങനെ മേഘനാഥൻ അവിടേക്ക് വരുന്നുണ്ട്. ഇവർക്കൊപ്പം മാർക്കോനെ കാണുന്ന മേഘനാഥനാണെങ്കിൽ ഞെട്ടി നിൽക്കുകയാണ്. മേഘനെ കാണുന്ന കണ്ണൻ പറയുന്നുണ്ട്, എനിക്ക് മേഘനോടൊന്നും ചോദിക്കേണ്ടി വരുന്നില്ലല്ലോ, എല്ലാം മേഘൻ്റെ മുഖത്തു നിന്ന് തന്നെ എനിക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഈ മാർക്കോ എങ്ങനെ പുറത്തിറങ്ങിയെന്നല്ലേ നീ ഇപ്പോൾ ചിന്തിക്കുന്നതെന്ന്. നന്മയുള്ള ഒരു ചെറുപ്പക്കാരനാണ് മാർക്കോ എന്ന് കണ്ണൻ പറയുന്നു. മാർക്കോ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്, കാരണം എൻ്റെ മഹാലക്ഷ്മിയെയും അതുപോലെ എന്നെയും എല്ലാം മരണത്തിൽ നിന്നല്ല രക്ഷിച്ചത് ഈ മാർക്കോ ആണ്. ഇയാളെ ഞാനും മഹിയും എത്ര നാളായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയോ. വേറെ ആരെങ്കിലും ആണെങ്കിൽ നമ്മളെ സഹായിച്ചതിൻ്റെ പേരിൽ എൻ്റെ അടുത്ത് വന്ന് പൈസ എല്ലാം വാങ്ങിച്ച് അവർ പോയേനെ, പക്ഷേ ഇയാൾ 1 രൂപ പോലും പ്രതിഫലം ഞങ്ങളിൽ നിന്ന് പറ്റിയിട്ടില്ല എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട് മേഘനോട്, അതൊക്കെ പോട്ടെ, ഈ പീഡന കേസിൽ ഇവനെ കൊടുക്കാനായിട്ട് ആ പെൺകുട്ടിക്ക് നീ എത്ര രൂപ കൊടുത്തു എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന മേഘൻ പറയുന്നുണ്ട്, കണ്ണൻ എന്താ ഈ പറയുന്നത്, എനിക്ക് ഇവൻ ആരാണെന്ന് പോലും അറിയില്ല, പിന്നെ ഇതെല്ലാം എന്തിനാ എന്നോട് പറയുന്നതെന്ന് മേഘൻ ചോദിക്കുമ്പോൾ മാർക്ക് പറയുന്നുണ്ട്, അതുകൊണ്ടായിരിക്കുമല്ലേ എന്നെ ലോക്കപ്പിൽ വന്ന് കണ്ടതെന്ന്. ഇത് കേൾക്കുന്ന മേഘൻ വല്ലാണ്ടായി പോകുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, മേഘ ഇതെല്ലാം ഇവിടം കൊണ്ട് നിർത്തിക്കോളൂ, നീ ചെയ്ത തെറ്റിനാണ് ഞാൻ നിന്നെ ജോലിയിൽ നിന്ന് തന്നെ പുറത്താക്കിയത്. പിന്നെ എൻ്റെ അനിയത്തി, അവളുടെ കാര്യം ഇപ്പോൾ ഞാനൊന്നും പറയുന്നില്ല. ഇവിടെ നിന്ന് ഞാനിപ്പോൾ എന്തെങ്കിലും ഞാനത് പ്രാക്കാണെന്നാണ് എൻ്റെ രണ്ടാനമ്മ പറയുള്ളൂ, അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ അവൾക്ക് എന്തെങ്കിലും ഈ സത്യം മനസ്സിലാവും. അന്ന് അവൾ തിരിച്ചു വന്നാൽ പോലും ഞാൻ അവളെ 2 കൈ നീട്ടി സ്വീകരിക്കും, ഞാൻ അവളെ ഒരിക്കലും തള്ളി പറയില്ല എന്ന് കണ്ണൻ പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന മേഘൻ പറയുന്നുണ്ട്, നീ എന്തിനാ ഇപ്പം ഇതൊക്കെ പറയുന്നത്, ഞാൻ അങ്ങനെ അത്രയും മോശമായ ഒരാളാണോ, ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും അല്ല, ഞാൻ അവളെ നന്നായിട്ട് തന്നെ നോക്കും, അവൾ പുറത്തുള്ളവളൊന്നും അല്ലല്ലോ, എൻ്റെ അമ്മായിയുടെ മോള് തന്നെയല്ലേ എന്നെല്ലാം മേഘൻ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന കണ്ണൻ പറയും, എന്നാൽ ഇതെല്ലാം അവിടെ നിൽക്കട്ടെ, ഞാനൊരു കാര്യം പറയാനാണ് വന്നത്, ഇനി എൻ്റെയും അതുപോലെ മാർക്കോയുടെ നേരെ തിരിയുന്ന ആ കളികളെല്ലാം കൂടെ നിർത്തിക്കോ എന്നെല്ലാം പറയുന്നുണ്ട്. നീ എത്ര വലിയ കേസിൽ ഇവനെ പെടുത്താൻ നോക്കിയാലും ഞാൻ എത്ര വില കൊടുത്തിട്ടായാലും അവനെ അതിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരും. ഇപ്പം എൻ്റെ ആവശ്യമാണ് മാർക്കോ പുറത്തുണ്ടാവണം എന്നുള്ളത്. ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.